ദിശ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2026 SSC RRB എക്സാമുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ട്രാറ്റജിക്കയുടെ തന്നെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സീരീസിന്റെ ഭാഗമായിട്ടുള്ള 5th ക്ലാസ് ആണ് ഇന്ന്. ഈ ക്ലാസ്സിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളുമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓരോ ഫാക്റ്റുകളും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്താൽ ചിലപ്പോൾ കുറേയധികം ഫാക്റ്റുകൾ പറയുന്നുണ്ടാവും. പറയുന്ന ഫാക്റ്റുകളെല്ലാം നമ്മുടെ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെയാണ് ഓരോ ഫാക്റ്റുകളാക്കി പറയുന്നത്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നമുക്ക് എന്താവും ക്ലാസ് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കേട്ടോ. ദ കാർച്ചി ഫെസ്റ്റിവൽ ഈസ് പ്രൈമർലി അസോസിയേറ്റഡ് വിത്ത്. അപ്പോൾ കാർച്ചി ഫെസ്റ്റിവൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമ്മൾ അറിയേണ്ടത് കാർച്ചി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ത്രിപുരയാണ് കേട്ടോ. കാർച്ചി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? അത് ത്രിപുരയാണ്. ഈ കാർച്ചി ഫെസ്റ്റിവൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വെനറേഷൻ ഓഫ് ഇൻഡിജീനിയസ് ട്രൈബൽ ഡൈറ്റീസ് കേട്ടോ. ട്രൈബൽ ഡൈറ്റീസിന്റെ വർഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത ഫെസ്റ്റിവൽ ആണ് കാർച്ചി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാർച്ചി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ത്രിപുര. It mainly associated with veneration of indigenous tribal deities. നമ്മുടെ എക്സാമിന് തന്നെ എഗെയിൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ കാർച്ചി ഫെസ്റ്റിവലിൽ എത്ര ഡൈറ്റീസിനെയാണ് വർഷിപ്പ് ചെയ്യുന്നത്, എത്ര ഗോഡ്സിനെയാണ് വർഷിപ്പ് ചെയ്യുന്നത്? അതിന് ആൻസർ 14 ഗോഡ്സിനെയാണ്. 14 ഡൈറ്റീസിനെയാണ് കാർച്ചി ഫെസ്റ്റിവലിൽ വർഷിപ്പ് ചെയ്യുന്നത്. കാർച്ചി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് ഏതാണെന്നും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. കാർച്ചി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ജൂലൈ മന്തിലാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഓർക്കുക, കാർച്ചി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ത്രിപുരയാണ്. ത്രിപുരയിൽ ഈ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിജീനിയസ് ട്രൈബൽ ഡൈറ്റീസിന്റെ വർഷിപ്പാണ്. 14 ഗോഡ്സിനെയാണ് ഈ ഒരു ഫെസ്റ്റിവലിൽ വർഷിപ്പ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഈ കാർച്ചി ഫെസ്റ്റിവൽ ത്രിപുരയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് ഏതാണെന്ന് കൂടി അറിയണം. അത് ഏത് മന്തിലാണ്? ജൂലൈ മന്തിൽ. അപ്പോ മുന്നത്തെ ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഗരിയ പൂജ സെലിബ്രേറ്റ് ചെയ്യുന്നതും എവിടെയാണ്? ത്രിപുരയിലാണ് കേട്ടോ. കാർച്ചി പൂജയും അതുപോലെ ഗരിയ പൂജയും സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ത്രിപുരയിലാണ്. ഓക്കെ, അപ്പം ഇത് ഓൾറെഡി മുന്നേ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഞാൻ കണക്ട് ചെയ്ത് ഒരു ഫാക്ട് കൂടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഗരിയ പൂജ സെലിബ്രേറ്റ് ചെയ്യുന്നത് ത്രിപുരയിലാണ്. ഗൗരാ ഗൗരി പൂജയോ? ഗൗരാ ഗൗരി പൂജ പൂജയാണെങ്കിൽ അത് വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. ജസ്റ്റ് ഒന്ന് റിവിഷന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ഇങ്ങനെ പഠിക്കുക, കാർച്ചി പൂജ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ത്രിപുരയിൽ. 14 ഡൈറ്റീസിനെയാണ് ഈ ഒരു ഫെസ്റ്റിവലിലൂടെ വർഷിപ്പ് ചെയ്യുന്നത്. ഈ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് അറിയുക, ജൂലൈ മന്തിൽ. ഗരിയ പൂജ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ത്രിപുരയിൽ തന്നെയാണ്. എന്നാൽ ഗൗരാ ഗൗരി പൂജ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കേട്ടോ. വിച്ച് കൊഡാവ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് വിത്ത് ചാൻസ് ഓഫ് പൊലിപൊലി ദേവ ആൻഡ് എ സെറിമോണിയൽ പാടി ഹാർവസ്റ്റ് ഇൻവോക്സ് ലോർഡ് ഇഗുദാപ്പ. ഓക്കെ, അപ്പൊ ശരിക്കും ഇത് കൊഡാവ കമ്മ്യൂണിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്. ഈ ഫെസ്റ്റിവലിന്റെ സമയത്ത് പൊലിപൊലി ദേവ എന്നിങ്ങനെ ഇവർ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. പാടി ഹാർവസ്റ്റിന്റെ സമയത്ത് നമ്മൾ ശരിക്കും ലോർഡ് ഇഗുദപ്പയോടുള്ള ഓണർ പ്രകാരം പൊലിപൊലി ദേവ എന്ന് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കർണാടകയിലെ ഫെസ്റ്റിവൽ പഠിച്ചപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കർണാടകയിലെ കൊഡാവ കമ്മ്യൂണിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവലാണ് കേൽപോത് ഫെസ്റ്റിവലും അതുപോലെ പുത്തരി ഫെസ്റ്റിവലും. ഇതിൽ പുത്തരി ഫെസ്റ്റിവലിലാണ് പൊലിപൊലി ദേവ എന്നൊക്കെ ചൊല്ലിക്കൊണ്ട് സെറിമോണിയിൽ പാടി ഹാർവസ്റ്റിന്റെ ടൈമില് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പോൾ പുത്തരി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് കർണാടകയിലാണെന്നറിയാം. കർണാടകയിൽ ഏത് കമ്മ്യൂണിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ കൊഡാവ കമ്മ്യൂണിറ്റി അല്ലെ. വീണ്ടും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേൽപോത് ഫെസ്റ്റിവൽ അല്ലെ, ഓർമ്മയുണ്ടോ? കേൽപോത് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെ തന്നെയാ? കർണാടകയിൽ തന്നെയാ. കേൽപോത് ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് കമ്മ്യൂണിറ്റിയാണ്? കൊഡാവ കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ കർണാടകയില് കൊഡാവ കമ്മ്യൂണിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവലാണ് കേൽപോത് ഫെസ്റ്റിവലും അതുപോലെ പുത്തരി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. കാമ്പല ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് കർണാടകയിലാണ് കേട്ടോ.
കാമ്പല ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കർണാടക. കാമ്പല ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അത് ബഫല്ലോ റേസ് ആണ് കേട്ടോ. കാമ്പല ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ബഫല്ലോ റേസ് ആണ്. ഓക്കെ, ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാം? കേരളത്തിലാണെന്ന് അറിയാം അല്ലെ? അപ്പോ കർണാടകയിൽ കൊഡാവ കമ്മ്യൂണിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് കേൽപോര് ഫെസ്റ്റിവലും അതുപോലെ പുത്തരി ഫെസ്റ്റിവലും. ഈ പുത്തരി ഫെസ്റ്റിവലിന്റെ ടൈം പീരീഡിലാണ് പൊലിപൊലി ദേവ എന്നൊക്കെ നമ്മൾ ചൊല്ലിക്കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കർണാടകയില് വീണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹംപി ഡാൻസ് ഫെസ്റ്റിവൽ അല്ലെ? ഇതൊക്കെ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഹംപി ഡാൻസ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കർണാടക. ഈ ഹംപി ഡാൻസ് ഫെസ്റ്റിവലിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? വിജയ് ഉത്സവ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. വിജയ് ഉത്സവ് എന്ന് പറയുന്ന പേരിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഹംപി ഡാൻസ് ഫെസ്റ്റിവൽ. ഒപ്പം ഓർക്കുക, പട്ടടക്കൽ ഡാൻസ് ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ് കേട്ടോ. പട്ടടക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കർണാടക. അപ്പൊ ഹംപി ഡാൻസ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് കർണാടക. ഹംപി ഡാൻസ് ഫെസ്റ്റിവലിനെയാണ് വിജയ് ഉത്സവം എന്ന് അറിയപ്പെടുന്നത്. പട്ടടക്കൽ ഡാൻസ് ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെ തന്നെയാണ്? കർണാടകയില് തന്നെയാണ്. ഓക്കെ, ഇനി 12 വർഷം കൂടുമ്പോ കർണാടകയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് മഹാമസ്താഭിഷേക ഫെസ്റ്റിവൽ. ഈ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ നമ്മുടെ 2025 നടന്ന MDS എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. മഹാമസ്താഭിഷേക ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന്. ഓക്കെ, മഹാമസ്താഭിഷേക ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ കർണാടകയിലാണ്. ഈ മഹാമസ്താഭിഷേക ഫെസ്റ്റിവൽ കർണാടകയില് എത്ര വർഷം കൂടുമ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? 12 വർഷം കൂടുമ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ മഹാമസ്താഭിഷേക ഫെസ്റ്റിവൽ ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ജൈനിസം ആണ് കേട്ടോ. അപ്പൊ മഹാമസ്താഭിഷേക ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക. 12 വർഷം കൂടുമ്പോഴാണ് മഹാമസ്താഭിഷേക ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. മഹാമസ്താഭിഷേക ഫെസ്റ്റിവൽ ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ജൈനിസം. അവസാനമായിട്ട് മഹാമസ്താഭിഷേക ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്തത് അത് 2018 ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർക്കുക. അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞത്. കാമ്പല ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ കർണാടക. ഇത് ബഫല്ലോ റേസ് ആണ്. കേൽപോര് ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് കർണാടകയിൽ തന്നെ. ഏത് കമ്മ്യൂണിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഡാവ കമ്മ്യൂണിറ്റി. കൊഡാവ കമ്മ്യൂണിറ്റി തന്നെ കർണാടകയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മറ്റൊരു ഫെസ്റ്റിവൽ ആണ് പുത്തരി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഹംപി ഡാൻസ് ഫെസ്റ്റിവലിനെയാണ് വിജയ് ഉത്സവം എന്ന് പറയുന്ന പേരിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പട്ടടക്കൽ ഡാൻസ് ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കർണാടക. മഹാമസ്താഭിഷേക ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നു കർണാടകയിൽ. എത്ര വർഷം കൂടുമ്പോൾ? 12 വർഷം കൂടുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവലാണ്. ഇത് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജൈനിസം. ഈ മഹാമസ്താഭിഷേക ഫെസ്റ്റിവൽ അവസാനമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണേ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അതിനു മുന്നേ നമുക്കറിയാം 2026 വരാൻ പോകുന്ന SSC എക്സാമുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ SSC പ്രീമിയം ബാച്ചസ് അവൈലബിൾ ആണ്. അപ്പൊ ശരിക്കും ലൈവ് ആയിട്ടായിരിക്കും കോഴ്സ് ഉണ്ടാവുക, ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന പോർഷൻസ് ഒക്കെ ഇന്ററാക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇനി ഒരുപക്ഷെ ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് വേർഷൻസും അവിടെ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങളുടെ സമയം അനുസരിച്ച് തന്നെ റെക്കോർഡ് വേർഷൻസ് കാണാനായിട്ട് പറ്റും. പിന്നീട് അതായത് ഒരു വീക്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ദിവസമാണ് ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ഒരു വീക്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. അതിൽ ഏതൊക്കെ ടൈമിലാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുന്നതെന്നുള്ളത് സൺഡേ, ഒരു വീക്കിൽ സൺഡേ ആവുന്ന ടൈമിൽ തന്നെ ആ ഒരു 1 വീക്കിലെ ഷെഡ്യൂൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും. അപ്പം മുന്നേ നിങ്ങൾക്ക് സമയങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് ആ ടൈമിലേക്ക് ബാക്കി എല്ലാ ആക്ടിവിറ്റീസും മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട് ആ ഒരു സമയം നിങ്ങൾക്ക് പറ്റും. പിന്നീട് നിങ്ങളെ പഠിത്തത്തിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ടും ഉണ്ടാവും. സോ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. 8075753676 എന്ന് പറയുന്ന നമ്പറിലോ 7012615062 എന്ന് പറയുന്ന നമ്പറിലോ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ നമ്മുടെ RRB എക്സാംസുകൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകളും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഡൗട്ടുകൾക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നോക്കുക, the first origin of Bonalu festival is associated with the outbreak of which diseases? ബൊനാലോ ഫെസ്റ്റിവലിന്റെ തുടക്കം ഏത് ഡിസീസിന്റെ ഔട്ട്ബ്രേക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പ്ലേഗ് ആണ് കേട്ടോ. അപ്പൊ ബൊനാലോ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ തെലുങ്കാന കേട്ടോ. എപ്പോഴും ചോദിച്ചു, മിനിമം ഒരു 5 to 6 ടൈംസ് വന്ന ക്വസ്റ്റ്യനാ. ബൊനാലോ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ തെലുങ്കാന.
ഈ തെലങ്കാനയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന മറ്റു ഫെസ്റ്റിവൽ ആണ് ബെദ്ഗമ ഫ്ലോറൽ ഫെസ്റ്റിവൽ. കേട്ടോ, ഏതാണ്? ബെദ്ഗമ ഫ്ലോറൽ ഫെസ്റ്റിവൽ. അതുപോലെ മെദാരം ജദാര ഫെസ്റ്റിവൽ, ബെദ്ഗമ ഫ്ലോറൽ ഫെസ്റ്റിവൽ, അതുപോലെ മെദാരം ജദാര ഫെസ്റ്റിവൽ. പിന്നീട് നമ്മൾ പറഞ്ഞ നമ്മുടെ ബൊനാലു ഫെസ്റ്റിവൽ. ബൊനാലു ഫെസ്റ്റിവൽ. ഈ മെദാരം ജദാര ഫെസ്റ്റിവലിന്റെ, ബെദ്ഗമ ഫ്ലോറൽ ഫെസ്റ്റിവലും മെദാരം ജദാര പറഞ്ഞില്ലേ, ഈ മെദാരം ജദാര ഫെസ്റ്റിവലിന്റെ മറ്റൊരു പേരാണ് സമക്ക സരലാമ ജദാര ഫെസ്റ്റിവൽ. സമക്ക സരലാമ ജദാര ഫെസ്റ്റിവൽ. ഓക്കെ, ഈ മെദാരം ജദാര ഫെസ്റ്റിവൽ അല്ലെങ്കിൽ സമക്ക സരലാമ ജദാര ഫെസ്റ്റിവൽ, ഈ ഒരു ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, സെലിബ്രേറ്റ് ചെയ്യുന്ന ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് കോയ ട്രൈബാണ്. മെദാരം ജദാര ഫെസ്റ്റിവൽ അല്ലെങ്കിൽ സമക്ക സരലാമ ജദാര ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോയ ട്രൈബാണ്. അപ്പൊ അറിയേണ്ട കാര്യങ്ങൾ ഇങ്ങനെ: തെലങ്കാനയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ബെദ്ഗമ ഫ്ലോറൽ ഫെസ്റ്റിവൽ, മെദാരം ജദാര ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ ബൊനാലു ഫെസ്റ്റിവൽ. ഈ മെദാരം ജദാര ഫെസ്റ്റിവലിന്റെ മറ്റൊരു പേരാണ് സമക്ക സരലാമ ജദാര ഫെസ്റ്റിവൽ. ഈ ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആണെന്ന് അറിയുക, കോയ ട്രൈബാണ്. ഓക്കെ, അപ്പൊ 3 ഫെസ്റ്റിവൽസ് ആണ് പറഞ്ഞത്: ബെദ്ഗമ ഫ്ലോറൽ ഫെസ്റ്റിവലും, മെദാരം ജദാര ഫെസ്റ്റിവലും, ബൊനാലു ഫെസ്റ്റിവലും. ഓക്കെ, തെലങ്കാനയിലാണെന്ന് അറിയാലോ. മെദാരം ജദാര ഫെസ്റ്റിവൽ എത്ര ഡേയ്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് 4 ഡേയ്സ്. കേട്ടോ, എത്ര ഡേയ്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? 4 ഡേയ്സ് ആണ്. ഏത് ട്രൈബൽ ഗ്രൂപ്പാ? കോയ ട്രൈബ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരു കാര്യം കൂടി ഓർത്തുകൊള്ളുക, ചാർമിനാർ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഹൈദരാബാദിലാണ്. കേട്ടോ, ചാർമിനാർ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദ്. പ്ലേഗ് ഇറാഡിക്കേഷൻ കമമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബിൽറ്റ് ചെയ്യപ്പെട്ട മോണുമെന്റ് ആണ് ചാർമിനാർ. കേട്ടോ, പ്ലേഗ് ഇറാഡിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ ഒരു ഇവന്റിനെ, പ്ലേഗ് ഇറാഡിക്കേഷനെ കമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽറ്റ് ചെയ്യപ്പെട്ട മോണുമെന്റ് ആണ് ചാർമിനാർ. ചാർമിനാർ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ കുലി കുത്തബ് ഷയാണ്. കേട്ടോ, മുഹമ്മദ് കുലി കുത്തബ് ഷാ, അങ്ങനെ പഠിച്ചോ. ചാർമിനാർ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മുഹമ്മദ് കുലി കുത്തബ് ഷാ. ചാർമിനാർ ബിൽറ്റ് ചെയ്ത് ഏത് ഡൈനാസ്റ്റിയിലെ റൂളർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. കുത്തബ് ഷാഹി ഡൈനാസ്റ്റി. കുത്തബ് ഷാഹി ഡൈനാസ്റ്റി. ഓക്കെ, ഇനി ഈ ചാർമിനാർ ഏത് ഷേപ്പിലാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിൽ. കേട്ടോ, സ്ക്വയർ ഷേപ്പിലുള്ള മാസീവ് സ്ട്രക്ചർ കൂടിയാണ് ഏതെന്ന് പറയുന്നത്? ചാർമിനാർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ആലോചിക്കുക, മെയിൻലി ചാർമിനാർ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദിൽ. പ്ലേഗ് ഇറാഡിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ ഒരു ഇവന്റിനെ കമമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചാർമിനാർ ബിൽറ്റ് ചെയ്തിട്ടുള്ളത്. ചാർമിനാർ ബിൽറ്റ് ചെയ്യുന്നത് കുത്തബ് ഷാഹി ഡൈനാസ്റ്റിയുടെ റൂളർ ആയിട്ടുള്ള മുഹമ്മദ് കുലി കുത്തബ് ഷാ ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ബൊനാലു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെലങ്കാന. ശരിക്കും ഏത് ഡിസീസിന്റെ ഔട്ട് ബ്രേക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു? പ്ലേഗ്. അങ്ങനെയാണെങ്കിൽ പ്ലേഗ് ഇറാഡിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ബിൽറ്റ് ചെയ്യപ്പെടുന്ന, ഹൈദരാബാദിൽ ബിൽറ്റ് ചെയ്യപ്പെടുന്ന മോണുമെന്റ് ആണ് ചാർമിനാർ. ഇത് ബിൽറ്റ് ചെയ്യുന്ന കുത്തബ് ഷാഹി ഡൈനാസ്റ്റിയിലെ റൂളർ ആയിട്ടുള്ള മുഹമ്മദ് കുലി കുത്തബ് ഷയാണ്. അത്ര ഓർക്കാലോ. ഓക്കെ, ഈ പറഞ്ഞ ഫാക്ട് എല്ലാം എക്സാമിന് വെച്ചിട്ടുള്ള ഓരോരോ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നീട് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നോർമലി ക്ലാസ് കേൾക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത്. അപ്പൊ ക്ലാസ് കേൾക്കുന്നതിന് കൂടെ തന്നെ പഠിച്ചു പോകണം. നമ്മുടെ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ എത്ര ടൈമാണോ വരുന്നത് ആ ടൈമിൽ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തോണം. പിന്നീടുള്ള ടൈം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ നോക്കാൻ പാടുള്ളൂ. അറിയാത്ത പോയിന്റുകൾ മാത്രം നോട്ട് ചെയ്തോളുക. ഓക്കെ, അടുത്തേന്ന് പറയുന്നത് ഹു ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ദ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ. ദ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറയുന്നത് ആ ഒരു ബുക്കിന്റെ ഓതർ ആരാണ്? നമ്മുടെ അമർത്യ സെൻ ആണ്. കേട്ടോ, ദ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമർത്യ സെൻ. നമുക്കറിയാം, ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് നോബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ എന്ന് പറയുന്നത്. അമർത്യ സെൻ നോബൽ പ്രൈസ് ലഭിക്കുന്നത് 1998-ലാണ്. കേട്ടോ, ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് നോബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് ആദ്യമായിട്ട് ലഭിക്കുന്നത് അമർത്യ സെന്നിനാണ്. ആദ്യമായിട്ട് ലഭിക്കുന്ന ഇന്ത്യക്കാരൻ. ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് നോബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമർത്യ സെന്ന.
അങ്ങനെയാണെങ്കിൽ അമർത്യ സെന്നിന് എക്കണോമിക്സിലുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്ന വർഷം അറിയണം 1998. ഓക്കെ, എക്കണോമിക്സിനുള്ള ശരിക്കും നോബൽ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വർഷം 1968 ഇത് ആദ്യമായിട്ട് അവാർഡ് നൽകുന്ന വർഷം 1969 കേട്ടോ. അപ്പോ എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 1968 ഇത് ആദ്യമായിട്ട് നൽകുന്നത് 1969 1969 എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്നത് ജാൻ ടിൻബർഗനും റാഗ്നർ ഫ്രിഷനുമാണ്. ഓക്കെ, അപ്പോ എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 1968 ഇത് ആദ്യമായിട്ട് അവാർഡ് നൽകുന്നത് 1969 1969 അവാർഡ് ലഭിക്കുന്ന ആർക്കൊക്കെയാണ്? ജാൻ ടിൻബർഗനും റാഗ്നർ ഫ്രിഷനുമാണ്. ഓക്കെ, അപ്പൊ ദ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറയുന്ന ബുക്കിന്റെ ഓഥർ ആരാണെന്ന് വെച്ചാൽ അമർത്യ സെൻ. ഇന്ത്യയിൽ നിന്നും നോബൽ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. അവിടെ നിന്ന് ഓർത്തോളുക, എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 1968 ഇതിന് ആദ്യമായിട്ട് അവാർഡ് നൽകുന്നത് 1969 1969 ഈ അവാർഡ് ലഭിക്കുന്നത് ജാൻ ടിൻബർഗനും റാഗ്നർ ഫ്രിഷനുമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് നോബൽ പ്രൈസ്, എക്കണോമിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. ആദ്യമായിട്ട് ഒരു നോബൽ പ്രൈസ് ലഭിക്കുന്ന ഇന്ത്യക്കാരൻ ആരാ? അത് രവീന്ദ്രനാഥ് ടാഗോർ. 1930 ഏത് വർക്കിന്? ഗീതാഞ്ജലി എന്ന് പറയുന്ന വർക്കിന്. അപ്പൊ ലിറ്ററേച്ചറിൽ 1930 രവീന്ദ്രനാഥ് ടാഗോർ എന്ത് ലഭിച്ചു? നോബൽ പ്രൈസ് ലഭിച്ചു. ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് നോബൽ പ്രൈസ്. നോബൽ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ് ടാഗോർ 1930 ലിറ്ററേച്ചറിൽ. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഓർത്തോളുക, 1930 സി വി രാമൻ കേട്ടോ. 1930 സി വി രാമൻ എന്തിലാണ്? ഫിസിക്സിൽ. 1979 മദർ തെരേസയ്ക്ക്. 1979 മദർ തെരേസയ്ക്ക് എന്തിലാണ്? പീസിൽ. ഓക്കെ, അപ്പൊ 1930 ടാഗോറിന് ലിറ്ററേച്ചറിൽ, 1930 സി വി രാമന് ഫിസിക്സിൽ, 1979 മദർ തെരേസ പീസ്. അതുപോലെ 2014 കൈലാഷ് സത്യാർത്ഥിയും കേട്ടോ. 2014 കൈലാഷ് സത്യാർത്ഥിയും അതുപോലെ തന്നെ മലാല യൂസഫ് സായി. ഓക്കെ, എന്തിലാണ്? പീസിന് തന്നെ. അപ്പൊ ശരിക്കും വീണ്ടും ആലോചിച്ചോളുക, നോബൽ പ്രൈസ് ലഭിക്കുന്ന ഏറ്റവും യങ്ങസ്റ്റ് പേഴ്സൺ ആരാണ്? അത് മലാല യൂസഫ്സായി ആണ്. 17ാമത്തെ വയസ്സിലാണ് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഇവിടുന്ന് ഓർത്തോണം. അതായത് നോബൽ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് വെച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ. ലിറ്ററേച്ചറിൽ 1930 നോബൽ പ്രൈസ് ലഭിക്കുന്നു. ഓക്കെ, അപ്പൊ 1930 സി വി രാമന് ഫിസിക്സിൽ, 1979 മദർ തെരേസയ്ക്ക് പീസിൽ, 2014 കൈലാഷ് സത്യാർത്ഥിക്കും മലാല യൂസഫ്സായിക്കും പീസിലും എന്ത് ലഭിക്കുന്നു? നോബൽ പ്രൈസ് ലഭിക്കുന്നു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. നമ്മുടെ സ്റ്റുഡൻസ് ഓർത്തോളുക, അമർത്യ സെന്നിനാണ് എക്കണോമിക്സ് നോബൽ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഏത് വർഷമാണ്? 1998. അമർത്യ സെന്നിന്റെ ബുക്കാണ് ദ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരു 2 ബുക്കുകൾ, ഒരു 3 ബുക്കുകൾ കൂടി പഠിക്കണം. അപ്പൊ ദ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ ആരുടെയാണ്? അമർത്യ സെന്നിൻ്റെത്. ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണേ, ദ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ. ഓക്കെ, അടുത്തത് ഡെവലപ്മെന്റ് ആൻഡ് ഫ്രീഡം കേട്ടോ. എന്താണ്? ഡെവലപ്മെന്റ് ആൻഡ് ഫ്രീഡം. അടുത്തത് ദ ഐഡിയ ഓഫ് ജസ്റ്റിസ്. അപ്പൊ ദ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ, ഡെവലപ്മെന്റ് ആൻഡ് ഫ്രീഡം, ദ ഐഡിയ ഓഫ് ജസ്റ്റിസ്, അതുപോലെ ഹോം ഇൻ ദ വേൾഡ്. ഇതൊക്കെ ആരുടെയാണ്? അമർത്യ സെന്നിന്റെ ബുക്കുകളാണ്. ദ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ, ഡെവലപ്മെന്റ് ആൻഡ് ഫ്രീഡം, ദ ഐഡിയ ഓഫ് ജസ്റ്റിസ്, ഹോം ഇൻ ദ വേൾഡ്. ഇതൊക്കെ ആരുടെ ബുക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരുടെയാണ്? അമർത്യ സെന്നിന്റെ ബുക്കുകളാണ് കേട്ടോ. ദ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ, ഡെവലപ്മെന്റ് ആൻഡ് ഫ്രീഡം, ദ ഐഡിയ ഓഫ് ജസ്റ്റിസ്, ഹോം ഇൻ ദ വേൾഡ് ആരുടെയാണ്? അമർത്യ സെന്നിന്റെ ബുക്കുകളാണ്. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡാൻസ് ഫോം ഓഫ് ഛത്തീസ്ഗഡ്? ഛത്തീസ്ഗഡിലെ ഡാൻസ് ഫോം ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഏതാണ്? ഗൗർമാരിയ ഡാൻസ് ഫോം ആണ്. കൽബേലിയ ഡാൻസ് ഫോം ആണെങ്കിൽ അത് എവിടെയാ? രാജസ്ഥാനിലാണ്. ബാഗുറുംബ ഡാൻസ്
ഡാൻസ് ഫോം എവിടെയാ? ആസാമില്. ആസാമില് ബേർഡ്സിനെ പോലെയും ബട്ടർഫ്ലൈസിനെ ഒക്കെ പോലെ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് ബാഗുറുംബ ഡാൻസ് ഫോം. റിക്കംബാഡ ഡാൻസ് ഫോം എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് അരുണാചൽ പ്രദേശിലാണ്. കേട്ടോ, എവിടെയാണ്? അരുണാചൽ പ്രദേശില്. അരുണാചൽ പ്രദേശില് നിഷി ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഡാൻസ് അല്ലെങ്കിൽ നിഷി ട്രൈബ് പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ഏതാണ്? റിക്കംബാഡ ഡാൻസ് ഫോം. ഓക്കെ, അപ്പൊ ഏതാ? ഛത്തീസ്ഗഡിലെ ഡാൻസ് ഫോം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗൗർമരിയ ഡാൻസ് ഫോം ആണ്. കൽബേലി രാജസ്ഥാൻ ഫാക്ടുകളെല്ലാം തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ബാഗുറുംബായും പഠിപ്പിച്ചു തന്നെയാണ്. എവിടെയാണ്? ആസാമില്. ആസാമില് ബേർഡ്സിനെ പോലെയും ബട്ടർഫ്ലൈസിനെ പോലെയും പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് ബാഗുറുംബ ഡാൻസ് ഫോം. റിക്കംബാഡ ഡാൻസ് ഫോം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശില്. അരുണാചൽ പ്രദേശിലെ നിഷി ട്രൈബ് പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് റിക്കംബാഡ ഡാൻസ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഗൗർമരിയ ഡാൻസ് ഫോം ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡില് ബൈസൺ ഹോൺമാരിയ ട്രൈബ്. കേട്ടോ, ഛത്തീസ്ഗഡില് ബൈസൺ ഹോൺമാരിയ ട്രൈബ് പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് ഗൗർമരിയ ഡാൻസ് ഫോം എന്ന് പറയുന്നത്. ഗൗർമരിയ ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഛത്തീസ്ഗഡില്. ഛത്തീസ്ഗഡില് ബൈസൺ ഹോൺമാരിയ ട്രൈബ് ബൈസണെ പോലെ തന്നെയുള്ള മൂവ്മെന്റുകൾ വെച്ചുകൊണ്ട് പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം. ഛത്തീസ്ഗഡിലെ ബസ്റ്റാർ റീജിയനിലാണ് ഈ ഒരു ഡാൻസ് ഫോം മെയിൻ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. കേട്ടോ, ഛത്തീസ്ഗഡിലെ ബസ്റ്റാർ റീജിയനില് മെന്നും വുമണും ഒരേപോലെ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് ഗൗർമരിയ ഡാൻസ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഗൗർമരിയ ഡാൻസ് ഫോം ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡില് ബൈസൺ ഹോൺമാരിയ ട്രൈബ് ബൈസണെ പോലെയുള്ള മൂവ്മെന്റുകൾ, കാട്ടുപോത്തിനെ പോലെയുള്ള മൂവ്മെന്റുകൾ പോലെ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് ഗൗർമരിയ ഡാൻസ് ഫോം. മെന്നും വുമണും ഒരേപോലെ പെർഫോം ചെയ്യുന്നു. ഇങ്ങനെ പഠിച്ചോളുക. ഛത്തീസ്ഗഡിലെ ബസ്റ്റാർ റീജിയനില് അവിടുത്തെ ബൈസൺ ഹോൺമാരിയ ട്രൈബ്സ് മെന്നും ഉണ്ട് വുമണും ഉണ്ട്. ബൈസണെ പോലെയുള്ള മൂവ്മെന്റിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് ഗൗർമരിയ ഡാൻസ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു അല്ലെ? ഇനി വീണ്ടും ഓർക്കുക, പാന്തി ഡാൻസ് എവിടെ തന്നെയാ? ഛത്തീസ്ഗഡിൽ തന്നെ. കേട്ടോ, പാന്തി ഡാൻസ് എവിടെ തന്നെയാണ്? ഛത്തീസ്ഗഡില്. ഈ പാന്തി ഡാൻസ് പെർഫോം ചെയ്യുന്നത് ഏത് കമ്മ്യൂണിറ്റി ആണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കേട്ടോ, സത്നാമി കമ്മ്യൂണിറ്റിയാണ്. പാന്തി ഡാൻസ് ഏത് കമ്മ്യൂണിറ്റിയാണ് പെർഫോം ചെയ്യുന്നത്? അത് സത്നാമി കമ്മ്യൂണിറ്റിയാണ്. പാന്തി ഡാൻസ് പെർഫോം ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണെന്ന് അറിയുക, അത് സത്നാമി കമ്മ്യൂണിറ്റി. കേട്ടോ, പാന്തി ഡാൻസ് പെർഫോം ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണ്? സത്നാമി കമ്മ്യൂണിറ്റിയാണ്. വീണ്ടും അവിടുന്ന് ഓർക്കേണ്ടത് സുവ ഡാൻസ് ഛത്തീസ്ഗഡിൽ തന്നെയാണ്. സുവ ഡാൻസിൽ പാരറ്റിനെ പോലെയുള്ള മൂവ്മെന്റിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം. പാന്തി ഡാൻസ് എവിടെയാണെന്ന് വെച്ചാൽ ഛത്തീസ്ഗഡിലെ സത്നാമി കമ്മ്യൂണിറ്റിയാണ് ഈ ഒരു ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്നത്. സുവ ഡാൻസ് എവിടെ തന്നെയാ? ഛത്തീസ്ഗഡില്. ഛത്തീസ്ഗഡില് പാരറ്റിനെ പോലെ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് എന്ന് പറയുന്നത് സുവ ഡാൻസ് എന്ന് പറയുന്നത്. സെയില ഡാൻസ് എവിടെയാണ്? ഛത്തീസ്ഗഡിൽ. കേട്ടോ, സെയില ഡാൻസും പെർഫോം ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡില്. അപ്പൊ ഗൗർമരിയ ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഛത്തീസ്ഗഡില്. പാന്തി ഡാൻസ് ഛത്തീസ്ഗഡിൽ തന്നെ. ഏത് കമ്മ്യൂണിറ്റി? സത്നാമി കമ്മ്യൂണിറ്റി. പാരറ്റിനെ പോലെ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് സുവ ഡാൻസ്. സെയില ഡാൻസ് പെർഫോം ചെയ്യുന്നത് എവിടെ തന്നെയാ? ഛത്തീസ്ഗഡിൽ തന്നെ. ഓക്കെ, ഇനി ഛത്തീസ്ഗഡിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഡാൻസ് ഫോം ആണ് പാണ്ഡവാനി. ഞാൻ പറഞ്ഞതെല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് നമുക്ക് ഡാൻസ് ഫോം ഇങ്ങനെ പഠിച്ചതൊന്നും എഴുതാം. പാന്തി ഡാൻസ് ഫോം ആണെങ്കിൽ ഛത്തീസ്ഗഡിലെ സത്നാമി കമ്മ്യൂണിറ്റി. സുവ ഡാൻസ് ആണെങ്കിൽ ഛത്തീസ്ഗഡ്. സെയില ഡാൻസ് ആണെങ്കിൽ ഛത്തീസ്ഗഡ്. ഗൗർമരിയ ഡാൻസ് ആണെങ്കിൽ ഛത്തീസ്ഗഡ്. കേട്ടോ, പാണ്ഡവാനി ഡാൻസ് ഓൾറെഡി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെ? പാണ്ഡവാനി ഡാൻസ് എന്ന് പറയുന്നത് എവിടെ തന്നെയാ? ഛത്തീസ്ഗഡിൽ തന്നെ. ഈ പാണ്ഡവാനി ഡാൻസിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റൈലുകൾ ഓർമ്മയുണ്ടോ? പഠിച്ചത് വേടമാട്ടിയും അതുപോലെ കബാലിക്കുമാണ്. വേടമാട്ടി അതുപോലെ തന്നെ കബാലിക്കും. വേടമാട്ടി എന്ന് പറയുമ്പോൾ സിറ്റ് ആൻഡ് സിംഗ് ആണ്. കബാലിക് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡ് ആൻഡ് ആക്ട്. ഇരിക്കുന്നു പാടുന്നു അതാണ് വേടമാട്ടി. നിൽക്കുന്നു ആക്ട് ചെയ്യുന്നു അതാണ് കബാലിക്. പാണ്ഡവാനി ഡാൻസിന്റെ രണ്ട് സ്റ്റൈലുകളാണ്. ഓക്കെ, അപ്പൊ അത് ഓർക്കുക. പഠിപ്പിച്ചത് ഇങ്ങനെ ഛത്തീസ്ഗഡിലെ ഡാൻസ് ഫോം ആണ് ഗൗർമാരിയ ഡാൻസ് ഫോം. ഛത്തീസ്ഗഡിലെ ബസ്റ്റാർ റീജിയനില് അവിടുത്തെ ബൈസൺ ഹോൺമാരിയ ട്രൈബ് മെന്നും വുമണും ബൈസണിനെ പോലെ മൂവ്മെന്റുകൾ പെർഫോം ചെയ്തുകൊണ്ടുള്ള ഡാൻസ് ഫോം ആണ് ഗൗർമരിയ ഡാൻസ് ഫോം. പാന്തി ഡാൻസ് ഫോം ഇവിടെ തന്നെ ഛത്തീസ്ഗഡിൽ തന്നെ. പാന്തി ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്നത് ഛത്തീസ്ഗഡില് ഏത് കമ്മ്യൂണിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്നാമി കമ്മ്യൂണിറ്റിയാണ്. സത്നാമി കമ്മ്യൂണിറ്റി. സുവ ഡാൻസ് പെർഫോം ചെയ്യുന്ന ഛത്തീസ്ഗഡില്.
സുവ ഡാൻസിൽ പാരറ്റിനെ പോലെയുള്ള മൂവ്മെന്റ് ആണ്. സെയില ഡാൻസും ഇവിടെ തന്നെ ഛത്തീസ്ഗഡിൽ തന്നെ. അത്രയും കാര്യങ്ങൾ ഓർക്കാലോ. കൽബേലിയ ഡാൻസ് ഫോം ആണെങ്കിൽ രാജസ്ഥാൻ, ബാഗുറുംബ ഡാൻസ് ഫോം ആണെങ്കിൽ ആസാം, റിക്കംബാഡ ഡാൻസ് ഫോം ആണെങ്കിൽ അരുണാചൽ പ്രദേശ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ചെന്നകേശവ ടെമ്പിൾ അറ്റ് ബേലൂർ വിച്ച് സ്റ്റോൺ വാസ് മെയിൻലി യൂസ്ഡ്? അപ്പൊ ചെന്നകേശവ ടെമ്പിൾ എവിടെയാണ്? ബേലൂർ ആണ്, കർണാടക. കേട്ടോ, ഇത് ഏത് സ്റ്റോൺ വെച്ചിട്ടാണ്? ഇതിൽ ഏത് സ്റ്റോൺ ആണ് മെയിൻലി യൂസ് ചെയ്തിട്ടുള്ളത്? അത് സോപ്പ് സ്റ്റോൺ ആണ്. കേട്ടോ, അപ്പൊ കർണാടകയിലെ ചെന്നകേശവ ടെമ്പിളിൽ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റോൺ ഏതാണ്? സോപ്പ് സ്റ്റോൺ. അറിയുക, നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട പ്ലേസസ് അല്ലെങ്കിൽ മോണുമെന്റ്സിനെയാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച 2023 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ഹൊയസല ടെമ്പിൾസിനെയും അതുപോലെ തന്നെ നമ്മുടെ ശാന്തി നികേതനെയും ആഡ് ചെയ്യുന്നുണ്ട്. ഹൊയസല ടെമ്പിൾസിനെയും അതുപോലെ ശാന്തി നികേതനെയും ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഹൊയസല ടെമ്പിൾസ് എന്നല്ലേ പറഞ്ഞേ, ഇതിൽ 3 ടെമ്പിളുകൾ ഇൻക്ലൂഡ് ആണ്. കേട്ടോ, ഏതൊക്കെയാ? അതാണ് കേശവ ടെമ്പിള്, ചെന്നകേശവ ടെമ്പിള്, അതുപോലെ ഹൊയസലേശ്വര ടെമ്പിൾ. കേട്ടോ, ഏതൊക്കെയാണ്? കേശവ ടെമ്പിള്, ചെന്നകേശവ ടെമ്പിള്, ഹൊയസലേശ്വര ടെമ്പിൾ. പഠിപ്പിച്ചത് ഇങ്ങനെ. ഹൊയസല ടെമ്പിൾസിനെയും ശാന്തി നികേതനെയും നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത് 2023 ഹൊയസല ടെമ്പിൾസ് എന്ന് പറയുന്നത് കർണാടകയാ, ശാന്തി നികേതൻ എന്ന് പറയുന്നത് എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ. അപ്പൊ ഇതിനെ രണ്ടിനെയും നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത് 2023 ഇനി ഹൊയസല ടെമ്പിൾസിൽ 3 ടെമ്പിളുകൾ ഇൻക്ലൂഡ് ആ. ഏതൊക്കെയാ? കേശവ ടെമ്പിൾ, ചെന്നകേശവ ടെമ്പിൾ, ഹൊയസലേശ്വര ടെമ്പിൾ. ഇതില് ചെന്നകേശവ ടെമ്പിൾ ആണെങ്കിൽ ബേലൂരിലും, കേശവ ടെമ്പിൾ ആണെങ്കിൽ സോമനാഥ്പൂരിലും, ഹൊയസലേശ്വര ടെമ്പിൾ ആണെങ്കിൽ ഹാലേബിഡുവാണ്, കർണാടകയിലെ ഹാലേബിഡു. കേട്ടോ, അപ്പൊ കേശവ ടെമ്പിൾ ആണെങ്കിൽ സോമനാഥ്പൂർ, ചെന്നകേശവ ടെമ്പിൾ ആണെങ്കിൽ ബേലൂർ, ഹൊയസലേശ്വര ടെമ്പിൾ ആണെങ്കിൽ ഹാലേബിഡു. ഓക്കെ, അപ്പോ 2023 നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത് ഹൊയസല ടെമ്പിൾസും അതുപോലെ ശാന്തി നികേതനും. ഹൊയസല ടെമ്പിൾസ് ആണെങ്കിൽ എവിടെയാണ്? കർണാടക. ശാന്തി നികേതൻ ആണെങ്കിൽ വെസ്റ്റ് ബംഗാൾ. കേശവ ടെമ്പിൾ, ഈ ഹൊയസല ടെമ്പിൾസിൽ 3 ടെമ്പിളുകൾ ഇൻക്ലൂഡ് ആ. പഠിക്കണേ. കേശവ, ചെന്നകേശവ, ഹൊയസലേശ്വര. കേശവ ടെമ്പിൾ ആണെങ്കിൽ സോമനാഥ്പൂരിലും, ചെന്നകേശവ ടെമ്പിൾ ആണെങ്കിൽ ബേലൂരിലും, ഹൊയസലേശ്വര ടെമ്പിൾ ആണെങ്കിൽ എവിടെയുമാണ്? ഹാലേബിഡു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി വേൾഡ് ലാർജസ്റ്റ് മോണോലിത്തിക് സ്ട്രക്ചർ കൈലാസ ടെമ്പിൾ ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് കേവ്? കൈലാസ ടെമ്പിൾ വീണ്ടും വീണ്ടും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ്, പക്ഷെ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കൈലാസ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് യെല്ലോറ കേവ്സിലാണ്. കേട്ടോ, അപ്പൊ കൈലാസ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് കേവ്സിലാ? യെല്ലോറ കേവ്സിൽ. അപ്പൊ യെല്ലോറ കേവ്സ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. അപ്പൊ മഹാരാഷ്ട്രയിലെ യെല്ലോറ കേവ്സ് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചോദിക്കും. പഠിക്കുക. ബുദ്ധിസം, അതുപോലെ ജൈനിസം, അതുപോലെ ഹിന്ദുയിസം. കേട്ടോ, യെല്ലോറ കേവ്സ് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിസം, ജൈനിസം, ഹിന്ദുയിസം. യെല്ലോറ കേവ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 34. യെല്ലോറ കേവ്സിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആണ് കൈലാസ ടെമ്പിൾ എന്ന് പറയുന്നത്. ഈ കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത് ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രകൂട ഡൈനാസ്റ്റി റൂളർ. കേട്ടോ, യെല്ലോറ കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രകൂട ഡൈനാസ്റ്റി റൂളർ ആയിട്ടുള്ള കൃഷ്ണ ഫസ്റ്റ് ആണ്. ആരാണ്? കൃഷ്ണ ഫസ്റ്റ്. അപ്പൊ കൈലാസ ടെമ്പിൾ ഏത് റോക്ക് വെച്ചിട്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇഗ്നിയസ് റോക്ക് ആയിട്ടുള്ള ബസാൾട്ട് റോക്ക് വെച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെ ആലോചിക്കുക, വേൾഡ് ലാർജസ്റ്റ് മോണോലിത്തിക് സ്ട്രക്ചർ അതാണ് കൈലാസ ടെമ്പിൾ. കൈലാസ ടെമ്പിൾ ഏത് കേവിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോറ കേവ്സ്. ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര. ഈ യെല്ലോറ കേവ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 34. യെല്ലോറ കേവ്സ് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിസം, ജൈനിസം ആൻഡ് ഹിന്ദുയിസം. ഈ യെല്ലോറ കേവ്സിലെ ടെമ്പിൾ ആണ് കൈലാസ ടെമ്പിൾ. കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത് ഏത് ഡൈനാസ്റ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രകൂട ഡൈനാസ്റ്റി റൂളർ ആയിട്ടുള്ള കൃഷ്ണ ഫസ്റ്റ് ആണ്. കൈലാസ ടെമ്പിൾ ഏത് റോക്ക് വെച്ചിട്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാലോ അതിന് ആൻസർ ബസാൾട്ട് റോക്കും ആണ്. ഓക്കെ, അപ്പൊ അത്രയും ഫാക്ടുകൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തു കൊടുക്കുക. അജന്ത കേവ്സ് എവിടെ തന്നെ? മഹാരാഷ്ട്രയിൽ തന്നെ. അജന്ത കേവ്സ് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിസം. അജന്ത കേവ്സിന് അടുത്തുകൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ആണ് വഗോറ റിവർ എന്ന് പറയുന്നത്. റീസെന്റ് ഒരു ക്വസ്റ്റ്യൻ വന്നത്
ഫ്ലൈയിങ് അപ്സര പെയിന്റിങ്. ഫ്ലൈയിങ് അപ്സര പെയിന്റിങ് ലഭിച്ചിട്ടുള്ളതും ഏത് കേവിന്നാണ്? അജന്ത കേവ്സ്. അപ്പൊ അജന്ത കേവ്സ് എവിടെയാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്ര. ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അജന്ത കേവ്സിന് അടുത്തുകൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ആണ് വഗോറ റിവർ. ഫ്ലൈയിങ് അപ്സര പെയിന്റിംഗ് ലഭിച്ചിട്ടുള്ളതും അജന്ത കേവ്സിൽ. ദെൻ ബാഗ് കേവ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യപ്രദേശിൽ. അജന്ത കേവ്സ്, എല്ലോറ കേവ്സ്, കൻഹേരി കേവ്സും മഹാരാഷ്ട്രയിലാണ്. അതുപോലെ കാർല കേവ് കേട്ടോ, എവിടെയാണെന്ന് ചോദിക്കും, അതും മഹാരാഷ്ട്രയിൽ തന്നെ. കാർല കേവ്സും ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്? ബുദ്ധിസം കേട്ടോ. അപ്പൊ അജന്ത കേവ്സ്, എല്ലോറ കേവ്സ്, അതുപോലെ എലിഫന്റ കേവ്സും മഹാരാഷ്ട്രയാണ് കേട്ടോ. അജന്ത കേവ്സ്, എല്ലോറ കേവ്സ്, എലിഫന്റ കേവ്സ്, അതുപോലെ കാർല കേവും മഹാരാഷ്ട്ര. കൻഹേരി കേവും മഹാരാഷ്ട്രയിൽ തന്നെ. പക്ഷെ ബാഗ് കേവ് എവിടെയാ? അത് മധ്യപ്രദേശ്. പഠിപ്പിച്ച കാര്യങ്ങളെ ഇങ്ങനെ ഓർക്കുക. കൈലാസ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എല്ലോറ കേവ്സ്. എല്ലോറ കേവ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് ആണ് 34 എന്ന് പറയുന്നത്. ഈ എല്ലോറ കേവ്സ് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിസം, ജൈനിസം, ഹിന്ദുയിസം. എല്ലോറ കേവ്സിലെ കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത് രാഷ്ട്രകൂട ഡൈനാസ്റ്റി റൂളർ ആയിട്ടുള്ള കൃഷ്ണ ഫസ്റ്റ് ആണ്. ഏത് റോക്ക് വെച്ചിട്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ബസാൾട്ട്. അപ്പൊ അജന്ത കേവ്സ് എവിടെ തന്നെയാ? മഹാരാഷ്ട്രയിൽ തന്നെ. അജന്ത കേവ്സ് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ബുദ്ധിസവുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്യുന്നു. അജന്ത കേവ്സിന് അടുത്തുകൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ആണ് വഗോറ റിവർ എന്ന് പറയുന്നത്. അജന്ത കേവ്സിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പെയിന്റിംഗ് ആണ് ഫ്ലൈയിങ് അപ്സര പെയിന്റിംഗ്. അത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ₹20 ഡിനോമിനേഷൻ നോട്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് ഇയർ ഇൻ ഇന്ത്യ? ₹20 രൂപയുടെ ആ ഡിനോമിനേഷൻ നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1972ലാണ് കേട്ടോ. ₹20 ഡിനോമിനേഷൻ നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1972ലാണ്. നമുക്കറിയാം 2019-20 ബജറ്റില് നമ്മുടെ 20 റുപ്പീസ് കോയിൻ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2019-20 ₹20 കോയിൻ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിന്റെ വെയിറ്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 8.54 ഗ്രാം ആണ് കേട്ടോ. ഇതിന്റെ വെയിറ്റ് എത്രയാണെന്ന് എക്സാമിന്, അതും MDS എക്സാമിന് 2025 MDS എക്സാമിന് ചോദിച്ചാണ്. 2019-20 നമ്മുടെ 2019-20 ബജറ്റിലാണ് 20 റുപ്പീസ് കോയിൻ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ വെയിറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8.54 ഗ്രാം ആണ്. ഓക്കെ, അപ്പൊ 20 ഡിനോമിനേഷൻ നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത 1972ലാണ്. 2019-20 ബജറ്റിലാണ് 20 റുപ്പീസ് കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ വെയിറ്റ് എത്രയാണെന്ന് കൂടി അറിയുക. 8.54 ഗ്രാം ആണ്. ഓക്കെ, അപ്പൊ 1975 എന്തെങ്കിലും പ്രത്യേകത അറിയാമോ? മൈക്രോസോഫ്റ്റ് ഫൗണ്ട് ചെയ്യുന്ന വർഷം അത് 1975ലാണ്. വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് കേട്ടോ. വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്. വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് അത് 1974ലാണ്. നമ്മുടെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായി, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്ത 1984ലാണ്. മൈക്രോസോഫ്റ്റ് ഫൗണ്ട് ചെയ്ത വർഷം 1975, വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്ത വർഷം 1984. ₹20 ഡിനോമിനേഷൻ നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത് 1972. 2019-20ലാണ് ₹20 രൂപയുടെ കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2019-20 ബജറ്റിലാണ്. അതിന്റെ വെയിറ്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. 8.54 ഗ്രാം ആണ്. 20 രൂപ കോയിന്റെ വെയിറ്റ് 8.54 ഗ്രാം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഫെസ്റ്റിവൽ ഓഫ് ദി ജെയിൻ കമ്മ്യൂണിറ്റി, ദിയോ ദീപാവലി ഫെസ്റ്റിവൽ, which is celebrated 10 days after Deepavali to mark the attainment of Nirvana by Mahavira, is celebrated dash at Bihar. അപ്പൊ ദിയോ ദീപാവലി എന്ന് പറയുന്ന ഫെസ്റ്റിവല് നമ്മുടെ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ദീപാവലി ഫെസ്റ്റിവൽ കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞതിന് ശേഷം. ശരിക്കും നമ്മുടെ മഹാവീരന്റെ മരണം, നിർവാണ, ഇത് ഈ ഒരു ഇവന്റിനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് ബീഹാറിൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹാവീരന്റെ ഡെത്ത് പ്ലേസ് ആയിട്ട് അറിയപ്പെടുന്ന പാവപുരിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോ ഇങ്ങനെ കൂടി ക്വസ്റ്റ്യൻ വന്നു കേട്ടോ. എഗെയിൻ റീസെന്റ് 2025 എഗെയിൻ ഇങ്ങനെ കൂടി ക്വസ്റ്റ്യൻ വന്നു. ദിയോ ദീപാവലി ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഏതാ? ജൈനിസം. ദിയോ ദീപാവലി ഫെസ്റ്റിവൽ ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജൈനിസം. ദീപാവലി ഫെസ്റ്റിവലിന് 10 ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. മഹാവീരന്റെ നിർവാണ, ഡെത്ത്, നമുക്കറിയാം ജൈനിസവും ആയിട്ട് റിലേറ്റ് ചെയ്ത ആളാണ് ആര്? വർദ്ധമാന
ഡെത്ത്. ഈ നിർവാണ ഈ ഇവന്റിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ദിയോ ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ജെയിൻ കമ്മ്യൂണിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്നു. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഹാറിലെ പാവപുരിയിൽ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഈ ക്വസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ആൻസർ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. വിച്ച് സ്ട്രക്ചർ ഇൻ ഫത്തേപൂർ സിക്രി ഈസ് കൺസിഡേർഡ് ദി മോസ്റ്റ് ഇമ്പോസിംഗ് ഗേറ്റ് വേ ഇൻ ദ വേൾഡ്? വേൾഡിലെ തന്നെ മോസ്റ്റ് ഇമ്പോസിംഗ് ഗേറ്റ് വേ കൺസിഡർ ചെയ്യുന്നത് ഫത്തേപൂർ സിക്രിയിലാണ്. ഫത്തേപൂർ സിക്രിയുടെ എൻട്രി ഗേറ്റ് ആയിട്ടുള്ള ബുലന്ദ് ദർവാസ. കേട്ടോ, ഫത്തേപൂർ സിക്രിയുടെ എൻട്രി ഗേറ്റ് ആയിട്ടുള്ള ബുലന്ദ് ദർവാസ. ഫത്തേപൂർ സിക്രിയും ബുലന്ദ് ദർവാസ ഇതെല്ലാം ബിൽഡ് ചെയ്യുന്നത് ആരാണ്? അക്ബറാണ്. ഓൾറെഡി നമ്മൾ പഠിച്ച. ഓക്കെ, അപ്പോ ശരിക്കും ക്വസ്റ്റ്യൻസിന്റെ എണ്ണം നോക്കിയാൽ 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. പക്ഷെ 10 ക്വസ്റ്റ്യൻ ആണോ നമ്മൾ പഠിച്ചത്? അല്ല. ഓരോ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞ ഓരോ പോയിന്റുകളും ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാം പഠിച്ചോളുക. എക്സാമിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.